നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നാളത്തെ കഥയില് സച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടി നീലിമയുടെ നിന്ന് കൂടെ നിന്നൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. രേവതിയെ കാണിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ പറഞ്ഞാണ് സച്ചി ഫോട്ടോസ് എടുക്കുന്നത്. പിന്നീട് സച്ചി വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് ശ്രുതിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു. അധികം വൈകാതെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി വീട് വാങ്ങാം എന്നൊരു ചിന്തയായിരുന്നു. ശ്രുതി പോയി ശ്രുതിക്ക് ഒരു ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കണ്ടോ, ഈ വീട് നമുക്ക് സ്വന്തമല്ലേ ശ്രുതി, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴേക്കാണോ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ. ഇതാരാ പോലും? ഓ, ചിലപ്പോൾ ഞാൻ നെയിം ബോർഡിന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അയാൾ വന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വീടിന്റെ ഓണർ ആയിരുന്നത്. അതൊന്നും പക്ഷേങ്കിൽ ഈ പറയുന്ന ശ്രുതിക്ക് ആ കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ലോ. അങ്ങനെ അയാൾ അങ്ങോട്ട് വന്നു. അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി വെച്ചു, നെയിം ബോർഡും കൂടെ വന്നാണോ, ഇങ്ങോട്ടേക്ക് തന്നേക്കാൻ പറഞ്ഞു. നെയിം ബോർഡ്? എന്ത് നെയിം ബോർഡ്? നിങ്ങൾ ആരാന്ന് ചോദിച്ചു ശ്രുതിയോട്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, താൻ ആരാ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഇത് ഞാൻ വാങ്ങി, എൻ്റെ വീടാന്ന് പറഞ്ഞു. നീ വാങ്ങിയതോ? ഇവിടുന്ന് വാങ്ങി. ആരോട് വാങ്ങി? അതെ, ഇതിന്റെ ഓണർ ഒരു വിശ്വനാഥനാണ്. സാർ ദുബായിക്ക് പോയി സാറിന്റെ കന്യാന് 3 കോടി രൂപയ്ക്ക് വാങ്ങിയതാന്ന് പറഞ്ഞു. 3 കോടി രൂപയ്ക്കോ? അതെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, ഞാൻ ആരാന്നറിയാമെന്ന് ചോദിച്ചു. താൻ ആരാണെങ്കിലും എനിക്കിപ്പോൾ എന്താന്ന് ചോദിച്ചു. അതെ, ഈ വീടിന്റെ ഓണറാന്ന് പറഞ്ഞു. ഓണറോ? അതെങ്ങനെ ശരിയാവും? ഇതെനിക്ക് വിറ്റ വീടാന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോൾ അയാൾ പറഞ്ഞു, അതെ, ശരിക്കുള്ള ഓണർ ഞാനാ. ഇവിടെ നേരത്തെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നതാണ് വിശ്വനാഥനും അയാളുടെ ഭാര്യയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അകത്തുനിന്ന് വർഷ, ശ്രീകാന്തും ചന്ദ്രമതി, രവീന്ദ്രൻ എല്ലാവരും ഇറങ്ങി വരുവാണ്. അവരൊക്കെ വന്ന് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അവർക്ക് കാര്യം എന്തായതെന്നും മനസ്സിലായില്ല. ആ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, എന്താ സാറേ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, ഇതിനു മുമ്പ് 2 പേരും ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്കാ ഫ്രോഡുകളാ. അവര് വാടക കുടിശ്ശികയായിട്ട് കുറെ പൈസ തരാനും കൂടെ ഉണ്ട്. ഇപ്പോഴാണ്ട് എനിക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ അനധികൃതമായിട്ട് ആരോ കയറി താമസിക്കുന്ന. അപ്പം അതറിയാൻ വേണ്ടി ഞാൻ വന്നാ. നിങ്ങളൊക്കെ ആരാ എന്താന്നൊക്കെ ചോദിച്ചു. രവീന്ദ്രൻ പറഞ്ഞു, ഇതെൻ്റെ മോനാ, ടൗണിലൊരു ഷോപ്പ് നടത്തുകയാണ്. അപ്പം ഞങ്ങൾ വാങ്ങിയ വീടാ സാറെന്ന് പറഞ്ഞു. ഇതേ എൻ്റെ വീടാണ്. അവരിവിടെ വാടകക്കാരായിരുന്നു. അവർ നിങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രുതി ഓടി ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, ശ്രുതി എന്തൊക്കെയൊക്കെ കേൾക്കണമെന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, എനിക്കറിയില്ല ശ്രുതി, നമ്മൾ പറ്റിക്കപ്പെടുന്നോ? ചിന്തിക്കാൻ പറ്റുന്നൊരപ്പുറമായിരുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ദേ വെറുതെ അടവ് അഭ്യാസവും ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. എൻ്റെ മോനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പൈസയാ, അത് അയാൾക്ക് കൊടുത്തേന്ന് പറഞ്ഞു. നിങ്ങൾ കൊണ്ടാക്കി കൊടുക്കുമോ എന്ത് വേണം ചെയ്തോ, പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാനോ? എന്തിനാ? ഞാൻ ഇറങ്ങി തരത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി തരില്ലേന്ന് ചോദിച്ചു. ഇല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി തരില്ല. എന്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങി തരണമെന്ന് ചോദിച്ചു. ഓ, അങ്ങനെയാണ് എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും, ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് ഒക്കെ അയാൾ പറഞ്ഞു. ഒടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പെട്ടെന്ന് ശ്രുതി ബോധം കെട്ട് വീഴുവാണ്. രേവതിയൊക്കെ അകത്തേക്ക് ഓടിപ്പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തു മുഖത്ത് തളിച്ച് ശ്രുതിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ശ്രുതിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ശ്രുതിന് നമ്മൾ എന്ത് ചെയ്യും? 1 2 അല്ല, 30 ലക്ഷം രൂപ പോയേക്കുന്നത്. സബ് ഡീലേഴ്സിനോടൊക്കെ അഡ്വാൻസ് വാങ്ങിയേക്കുന്ന പണമാണ്. അഹങ്കാരത്തിലുള്ള പണി. ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ നിലത്തെങ്ങും ആയിരുന്നില്ല ചന്ദ്രമതി, ശ്രുതിയൊക്കെ വലിയ അഹങ്കാരമായിരുന്നു. ഇത്ര പൈസയ്ക്ക് വലിയ വീട് വാങ്ങിച്ചു, 3 കോടി രൂപ, ഇതൊക്കെ എനിക്ക് എന്ത് പുല്ലാന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല 2 ആൾ കൂടെ. അപ്പോഴേക്കും വീടിന്റെ ശരിക്കുള്ള ഓണർ പറഞ്ഞു, അതെ, നിങ്ങൾ മര്യാദയ്ക്ക് ഇറങ്ങി തന്നോളാൻ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് വന്നു. പോലീസ് വന്ന് കാര്യത്തിൽ ഇടപെടുവാണ്. ശ്രുതി പറഞ്ഞു, ഞങ്ങൾക്ക് പണം കിട്ടുക, ഞങ്ങൾ 30 ലക്ഷം രൂപയുണ്ടെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാനെന്തിന് പണം തരണം? എൻ്റെ വീട് നിങ്ങൾ പണം കൊടുത്തിട്ട് നിങ്ങൾ പോയി വാങ്ങിക്കണം. പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെത്താം, ഞങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇതിനു മുമ്പ് ഇതുപോലെ കുറേ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അങ്ങനെ കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അവർ തന്നെയാണോ ഇതൊന്നും അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് ഒന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് സ്തുതിയോട് ചോദിച്ചു, എടാ നീ ഈ കാര്യങ്ങളൊന്നും നോക്കാതെയാണോ, ഈ വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെയാണോ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഞാനൊക്കെ അന്വേഷിച്ചാന്ന് പറഞ്ഞു. ആനന്ദാണ് ഈ പാർട്ടി എന്നെ കൊണ്ട് ഏൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വന്നു. ചന്ദ്രമതിയൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചോണ്ട് ഇറങ്ങുന്നേ. ചന്ദ്രമതി ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. തൻ്റെ മോൻ വലിയ കോടീശ്വരനാണ്. നാഴിക്ക് 40 വട്ടം സച്ചിയും രേവതിയും താഴ്ത്തി കെട്ടിയിട്ട് ശ്രുതിയെ അങ്ങോട്ട് പൊക്കി പിടിച്ചോണ്ടിരിക്കുമായിരുന്നു. എന്താണെങ്കിലും അതിനൊരു കോട്ടം തട്ടി. നിമിഷം നേരം കൊണ്ടാണ് ചന്ദ്രമതി താഴെ വീണെ. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും
സച്ചി പറഞ്ഞു, ഓ എൻ്റെ അച്ഛ, നമ്മൾ ഈ വീടും കൂടെ വിട്ടു പോയായിരുന്നെങ്കിലോ. ഇവൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് എങ്കിൽ നമുക്ക് കിടപ്പാടുമില്ല, നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട വന്നേരം. രവീന്ദ്രൻ പറഞ്ഞു, എടാ നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളൂ, വിവരം എന്ന് പറയുന്ന സംഭവം ലേവലേശം ഇല്ലല്ലേ എന്ന് ചോദിച്ചു. എന്താ അച്ഛാ ഇങ്ങനെ പറയണേ? എടാ പിന്നെ ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ നീ ചെയ്തേ? നീ എന്താടാ ഇങ്ങനെ? നിനക്കൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അച്ഛാ ഇങ്ങനെ പറയരുത്, മിണ്ടരുത് നീ. നീ ആരാന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നേ? നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം എല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ ഞാൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, എടാ നിന്നോട് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, അന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അയാളൊരു ടാക്സിക്കാരിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ടാക്സിക്കാർ പോകുന്ന കാര്യം പറഞ്ഞപ്പം നീ പറഞ്ഞു, ഓ അവരൊക്കെ വലിയ കോടീശ്വരന്മാരാ, എയർപോർട്ടിലേക്ക് പോകുന്നതുകൊണ്ടാന്ന്. പക്ഷേ എനിക്ക് അപ്പോഴേ അയാളെ കണ്ടപ്പം എന്തോ ഒരു കള്ളത്തര ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞത്. പക്ഷെ അന്നത് ചോദിക്കുമായിരുന്നെങ്കിലോ. ആ സമയത്ത് സച്ചിയോട് സുധി ദേഷ്യപ്പെട്ട് പറഞ്ഞു, അതെ എൻ്റെ അല്ല പൈസ പോയത്, 30 ലക്ഷം പോയത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറഞ്ഞു. എവിടുന്ന് നീ ഉണ്ടാക്കി കൊടുക്കും? നീ എവിടുന്നാണ് ഉണ്ടാക്കണേ? അതെ എനിക്കറിയാം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. എടാ അച്ഛന് കൊടുക്കേണ്ട 50 ലക്ഷം ഇതിലായിട്ട് നീ കൊടുത്തിട്ടില്ല. എത്ര നാളായി നിന്നോട് പറയണേ, എന്നിട്ടാണ് ഇപ്പം നീ എനിക്ക് ഇതെങ്ക പറയണേന്ന് പറഞ്ഞു. ഈ സമയം രേവതി പറഞ്ഞു, ശ്രുതി ഞാൻ നിന്നോട് പറഞ്ഞല്ലായിരുന്നോ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഒരു ദുശാനം ഉണ്ടായ സമയത്ത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മതിയെന്ന്. അപ്പോഴെന്താ പറഞ്ഞേ? ഇതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ എന്തോ ഞങ്ങൾക്ക് അസൂയ കാരണമെന്ന്. വർഷേ ശ്രീകാന്തം പറഞ്ഞു, ശരിയാ നേരത്തെ സുറിച്ചേച്ചിയൊക്കെ പറഞ്ഞ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അസൂയ കാരണം ഇങ്ങനെ പറയണമെന്നല്ലേ പറയണ്ടായിരുന്നുള്ളൂ. ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അതെല്ലാവരും കൂടെ 4 വട്ടം നിന്ന് അല്ല 4 വഴിക്ക് നിന്ന് ആക്രമിക്കുകയാണ്. അങ്ങനെ 4 വശത്തുനിന്നും ആക്രമണം വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല രണ്ടുപേർക്കും. അതുപോലെ തന്നെ ചന്ദ്രമതിക്കും. ചന്ദ്രമതി പറഞ്ഞു, എൻ്റെ മോനെ ആരും കുറ്റപ്പെടുത്തണ്ട, അവൻ്റെ അബദ്ധം പറ്റിയെന്നും പറഞ്ഞ് രവീന്ദ്രൻ പറഞ്ഞു, നാണമുണ്ട് കൂടി നിനക്ക്. ഇപ്പോഴും അവൻ്റെ സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ എത്ര കിട്ടിയാലും പഠിക്കില്ല, അവൻ്റെ അഹങ്കാരത്തിനുള്ള കൂലി അവന് കിട്ടിയേക്കുന്നതെന്നൊക്കെ പറഞ്ഞു. തകർന്ന് തരിപ്പണമായി പോയതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ലോ. 30 ലക്ഷം രൂപയും പോയി. സബ് ഡീലേഴ്സിനോട് അഡ്വാൻസ് മേടിച്ച പേയ്മെൻ്റ് അത്. ഇനിയിപ്പോൾ അത് എവിടെ നിന്ന് ഉണ്ടാക്കും? അത് മാത്രമല്ല പ്രതീക്ഷയോടെ കാത്തിരുന്നാണല്ലോ. ഒടുവിൽ ചന്ദ്രമതി പറഞ്ഞു, അതെ ആരും കൂടുതൽ കുറ്റപ്പെടുത്താനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അതെ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഞങ്ങളത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ജാട കാണിച്ച് അവിടെ നിന്ന് കൂടെ പോയി. കാരണം തോറ്റു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. പിന്നെ മുറിയിലേക്ക് പോയിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരുന്ന് കരയുവാണ്. ഇനി എന്ത് ചെയ്യും ശ്രുതി നമ്മളെന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, എനിക്കറിയില്ല ശ്രുതി, ഇങ്ങനൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ എന്ന് പറഞ്ഞു. അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ നല്ലൊരു ജെന്റിൽമാനാന്ന് തോന്നി, പക്ഷേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചോന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, 1 2 അല്ല 30 ലക്ഷം രൂപയല്ലേ ശ്രുതി. ശ്രുതിക്ക് ഇതൊക്കെ എങ്ങനെ നിസ്സാരമായിട്ട് എടുക്കാൻ കഴിയുന്നു? ആര് പറഞ്ഞു നിസ്സാരമായിട്ട്? ഞാൻ ഒരിക്കലും നിസ്സാരമായിട്ടൊന്നും അല്ല എടുത്തിരിക്കുന്നത്. എൻ്റെ ചങ്ക് കത്തിക്കൊണ്ടിരിക്കുക, പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഓർത്തിട്ട്. ദൈവമേ അയാൾ പറ്റിച്ചുകൊണ്ട് പോയെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രേവതി സച്ചിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, സച്ചിയേട്ടാ എന്നാലും കുറച്ച് കഷ്ടമുണ്ടെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എന്ത്? അഹങ്കാരമായിരുന്നല്ലോ, ചില്ലറയൊന്നും അല്ലല്ലോ, അതിന് ദൈവം കൊടുത്ത ശിക്ഷയെന്ന് പറഞ്ഞു. പക്ഷേ അയാളെ അങ്ങനെ വെറുതെ വിട്ട് കാര്യമില്ല, അയാൾ എന്താ ഏതാന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം, ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അന്വേഷിച്ചിട്ട് എന്താണെന്ന് വെച്ചൊരു തീരുമാനം എടുക്കണം. ഒരു പക്ഷേ അയാൾ പണം കൊണ്ട് ഇവിടുന്ന് കേരളം വിട്ടിട്ടില്ലെങ്കിൽ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമോ, കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, വെറുതെ പിന്നാലെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ട, അല്ലേ തന്നെ സച്ചേണ്ണ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ സച്ചേണ്ണ ചീത്ത പറയും. അപ്പം നല്ല കാര്യമാണെങ്കിൽ ശരി, അറിയാലോ ഒരു എത്ര ഉപകാരം ചെയ്താലും പിന്നെ അത് ഉപദ്രവമായിട്ടോ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എന്നാലും ഈ കാര്യത്തിൽ ഇത്രയും രൂപ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പിടികൊണ്ടെന്ന് ചോദിച്ചു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ആനന്ദ് കൊണ്ടുവന്നതെന്ന് അന്നല്ലേ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ആനന്ദിനെ കാണാൻ പോകുന്നുണ്ട്. പിന്നീട് ആനന്ദിനോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയാണ്. ആനന്ദിനും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, പാർക്കിൽ വെച്ച് കണ്ട ഒരു അടുപ്പം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നൊക്കെ. അത് കേട്ടപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. അത്ര ഒരു അടുപ്പത്തിൻ്റെ പേരിലാണ് ഇത്രയും വലിയ വീടും കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്തിരിക്കുന്നത്. ആനന്ദിനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് സച്ചി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. എന്തായാലും നല്ല ഇടിവെട്ട് പണി തന്നെയാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ശ്രുതിക്ക് ഇതിനേക്കാളും വലിയ പണി കിട്ടാൻ പോകുന്നുള്ളൂ. അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കേട്ടോ രേവതിയുടെ സച്ചിനും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 1 2 ദിവസമായിട്ട് വീഡിയോസൊക്കെ പ്രോപ്പറായിട്ട് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കേട്ടോ. എന്തായാലും തിങ്കളാഴ്ച മുതൽ കൃത്യസമയത്തിന് എല്ലാ വീഡിയോസും കാര്യങ്ങളും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.